ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. 6ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ച് മിടുക്കരായി 7ാം ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം അനുമോദനം. 7ാം ക്ലാസ്സിൽ പഠിക്കുവാൻ നൽകിയിരിക്കുന്ന പുസ്തകവും ബൈബിളും എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് എനിക്കറിയാം. ഒരാൾ 7ാം ക്ലാസ്സിലെ പുസ്തകത്തിൻ്റെ പേരൊന്ന് വായിച്ചേ. ഈശോയുടെ പ്രബോധനങ്ങൾ. ഈശോയുടെ പ്രബോധനങ്ങൾ എന്ന 7ാം ക്ലാസ്സിലെ ഈ വർഷം നമ്മൾ പഠിക്കുന്ന പുസ്തകത്തിൽ ദൈവമക്കളായ നമുക്ക് വിശുദ്ധരായി വിശുദ്ധിയിൽ വളരുവാൻ സഹായിക്കുന്ന കൽപ്പനകളെക്കുറിച്ചാണ് ആഴത്തിൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്കെല്ലാം പരിചയമുള്ള നിരവധി വിശുദ്ധർ ഉണ്ട്. 1-2 പേരുടെ പേര് നിങ്ങൾക്ക് പറയാമോ? എബിൻ പറഞ്ഞു ഒരെണ്ണം. കൊച്ചു ത്രേസ്യ പുണ്യവതി, വെരി ഗുഡ്. മരിയ ഗൊരേത്തി, വിശുദ്ധ മദർ തെരേസ, ഡൊമിനിക് സാവിയോ. കൊള്ളാം. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളീ പറഞ്ഞ ആളുകൾ എല്ലാം, അതിൽ മരിയ ഗൊരേത്തി പുണ്യവതിയും ഡൊമിനിക് സാവിയോയും നിങ്ങളുടെ പ്രായത്തിൽ ഉള്ളവരാണ്. 12ഉം 13ഉം വയസ്സുള്ള നിങ്ങളിൽ നിങ്ങളുടെ പ്രായമുള്ള ഇവർ തന്നെ വിശുദ്ധരായെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ വിശുദ്ധരായത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആരാണ് വിശുദ്ധർ? വിശുദ്ധമായ കാര്യങ്ങൾ വിശുദ്ധിയോടെ ചെയ്യുന്നവരാണ് വിശുദ്ധർ. നിങ്ങളിൽ വിശുദ്ധരാവാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് കൈ ഉയർത്തിക്കേ. ജോൺ പോള്, ആൽഫി, മരിയ, എല്ലാവർക്കും വിശുദ്ധരാവണമെന്നാണ് ആഗ്രഹം. ഈ വിശുദ്ധരായി ജീവിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ, നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ മറ്റുള്ളവർക്ക് പ്രചോദനമാകുവാൻ ദൈവം നൽകിയ നിയമങ്ങളാണ് ദൈവകൽപ്പനകൾ. അതിൽ 1ാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് നിത്യജീവൻ പ്രാപിക്കുവാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളെല്ലാവരും റോഡിലൂടെയും വാഹനത്തിലും യാത്ര ചെയ്യുന്നവരാണ്. റോഡിലൂടെയും യാത്ര ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ നമ്മളോട് പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ ശ്രദ്ധിക്കാൻ പറയുന്നത്? ലക്ഷ്യത്തിലെത്തുവാൻ, അപകടം ഉണ്ടാകാതിരിക്കുവാൻ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുവാൻ, ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ വേണ്ടി സഹായിക്കാനാണ് ഓരോ നിയമങ്ങളും. അത് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അത് നൽകിയിരിക്കുന്നത്. ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം അനന്തമാണ്. നമ്മൾ നല്ല മിടുക്കരാവണം, നല്ല വിശുദ്ധരാവണം, സ്വർഗത്തിൽ വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയൊക്കെയാണ് ദൈവം നമുക്ക് ചില നിയമങ്ങൾ പറഞ്ഞിരിക്കുന്നത്, പ്രമാണങ്ങൾ പറഞ്ഞിരിക്കുന്നത്, കൽപ്പനകൾ നമ്മളോട് പാലിക്കുവാൻ പറയുന്നത്. അപ്പം നിങ്ങളെ ആരൊക്കെയാണ് വഴക്ക് പറയുന്നത്? എബിനെ ആരൊക്കെയാണ് വഴക്ക് പറയുന്നത്? അപ്പ, അമ്മ, ടീച്ചേഴ്സ്. പരിചയമില്ലാത്ത ആരും നമ്മളെ വഴക്ക് പറയാറില്ല. ഇഷ്ടമുള്ളവരാണ് നമ്മളെ വഴക്ക് പറയുന്നത്, ഉപദേശിക്കുന്നത്, കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാനൊക്കെ പറയുന്നത്. ഒരിക്കൽ ധനികനായിട്ടുള്ള ഒരു യുവാവ് ഈശോയോട് ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിക്കുവാൻ എന്ത് നന്മയാണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ ധനികനായിട്ടുള്ള യുവാവിന് എല്ലാ സൗകര്യങ്ങളും കാണും. വണ്ടി, കാറ്, മൊബൈല് എല്ലാം കാണും. ഈശോ അതിന് കൊടുത്ത മറുപടി എന്താണെന്നറിയാവോ? നിത്യജീവൻ പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ബൈബിള് എടുത്ത് വായിക്കണം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 16 മുതൽ 17 വരെ അത് അടിവരയിടണം. നിങ്ങളിൽ എല്ലാവർക്കും വിശുദ്ധരാവാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിത്യജീവൻ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആണെങ്കിൽ നമുക്ക് പ്രമാണങ്ങൾ അനുസരിക്കണം. അതുപോലെ തന്നെ ഒരിക്കൽ ഒരു
നിയമപണ്ഡിതൻ ഈശോയോട് ചോദിച്ചു, നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ഏതാണ്? അപ്പോൾ ഈശോ കൊടുത്ത മറുപടി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. കൗമാരപ്രായത്തിലുള്ള നമുക്ക് ഇത് വലിയ ഒരു ചിന്തയാണ്. ചിലവർ സിനിമാ താരങ്ങളെ, ചിലവർ ക്രിക്കറ്റ് താരങ്ങളെയൊക്കെ ആരാധിക്കണം, അല്ലെ അവരാണ് എല്ലാം എന്ന് ചിന്തിക്കുന്ന പ്രായത്തിലാണ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചില കുട്ടികൾ. അവിടെയാണ് നമ്മളോട് പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം. ഇതാണ് പ്രഥമവും പ്രധാനവുമായ കൽപ്പന. ആ നിയമപണ്ഡിതനോട് പറഞ്ഞു, 2ാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ. അതായത് നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. നമ്മുടെ അയൽവക്കത്തുള്ള നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികളെയും സ്നേഹിക്കുവാൻ നമുക്ക് പറ്റണം. ദൈവം മോശ വഴി നമുക്ക് കൽപ്പനകൾ നൽകി. അതിൻ്റെ സാഹചര്യം ഞാൻ നിങ്ങളോട് പറയാം. 400 വർഷത്തോളം ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചുകൊണ്ട് വരുവാൻ തിരഞ്ഞെടുത്തത് മോശേനെയാണ്. വിക്കനായിട്ടുള്ള മോശേനെയാണ്. മോശ ഫറവോയുടെ സന്നിധിയിൽ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ ജനത്തെ വിടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. മോശ കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനത്തെ നയിക്കുന്നു. വളരെ ദുർഘടമായ യാത്രയിൽ ദീപസ്തംഭമായും പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിസ്തംഭമായും ദൈവം കൂടെ നടന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അത്രയും സ്നേഹമുണ്ടായിരുന്നു ദൈവത്തിന് ഇസ്രായേൽ ജനത്തോട്. ആ സ്നേഹത്തിൻ്റെ പ്രതിഫലനം എന്ന രീതിയിൽ ഇസ്രായേൽ ജനവുമായി ദൈവം ഒരു ഉടമ്പടി വെച്ചു. ആ ഉടമ്പടി ഇപ്രകാരമായിരുന്നു: നിങ്ങൾ എൻ്റെ പ്രമാണങ്ങൾ പാലിക്കുകയും വാക്കുകൾ ശ്രവിക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ഈ ഒരു വലിയ സാഹചര്യത്തിലാണ് നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, കൽപ്പനകളെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. ആ പഴയ നിയമത്തിൽ നൽകിയ ആ ഉടമ്പടിയുടെ തുടർച്ചയാണ് ഈശോ നമ്മളോട് സംസാരിക്കുന്നത്. നമുക്ക് ഈ ഒരു വർഷം മുഴുവൻ ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളായ ദൈവത്തിൻ്റെ കൽപ്പനകളെക്കുറിച്ച് കാണാം. 10 കൽപ്പനകൾ ദൈവം നൽകിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏതെല്ലാം കൽപ്പനകളാണ്? നിങ്ങൾക്ക് വായിക്കാം. 1, നിൻ്റെ കർത്താവായ ദൈവം ഞാനാവുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്. എല്ലാവരും നോട്ട് ബുക്കിൽ കുറിച്ച് വെക്കണം. ഇത് ഇന്ന് നമുക്ക് പഠിക്കണം. 2, ദൈവത്തിൻ്റെ തിരുനാമം വൃഥാ ഉപയോഗിക്കരുത്. 3, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഈ 3 കൽപ്പനകൾ മനുഷ്യന് ദൈവത്തോട് ഏത് രീതിയിലുള്ള ബന്ധമായിരിക്കണമെന്ന് വ്യക്തമാക്കുന്നു. 4ാമത്തെ കൽപ്പന മാതാപിതാക്കളെ ബഹുമാനിക്കണം. 5, കൊല്ലരുത്. 6, വ്യഭിചാരം ചെയ്യരുത്. 7, മോഷ്ടിക്കരുത്. 8, കള്ളസാക്ഷ്യം പറയരുത്. 9, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. 10, അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത്. ഈ കൽപ്പനകൾ ദൈവം നൽകിയത് വിശദമായിട്ട് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ കാണാം. ഈ 10 കൽപ്പനകളെ നമുക്ക് 2ആയിട്ട് സംക്ഷിപ്തമായിട്ട് പറയാം. 1, എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ദൈവമായിരിക്കണം ഏറ്റവും വലിയ സുഹൃത്ത്, ദൈവമായിരിക്കണം ഏറ്റവും വലിയ ബലം, ദൈവത്തോടായിരിക്കണം നമ്മൾ ഏറ്റവും ആദ്യമേ എല്ലാ കാര്യത്തിനും സംശയം ചോദിക്കേണ്ടത്. 2, തന്നെപ്പോലെ തന്നെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. നമുക്കും നല്ല പരസ്പര സ്നേഹമുള്ള സാഹോദര്യത്തിന് വില കൊടുക്കുന്ന ഒരു തലമുറയായിട്ട് മാറാം. നല്ല സമറിയാക്കാരനായിട്ട് മാറാൻ നമുക്ക് ശ്രമിക്കാം. ഞാനൊരു പാട്ട് നിങ്ങൾക്ക് പാടിത്തരാം. ആ പാട്ട് സ്വർഗത്തിൽ പോകുവാൻ സഹായിക്കുന്ന പാട്ടാണ്. ഓട്ടം 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 ജീവിതം, ഓടി 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 തീർക്കണം. യേശുവെന്ന ട്രാക്കിൽ സ്വർഗമെന്ന ലക്ഷ്യമായി ഓടി 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 തീർക്കണം. ഓട്ടം പൂർത്തിയാക്കി ഇന്ന്
ട്രോഫി നേടണം. ട്രാക്ക് തെറ്റി ഓടിയാൽ ട്രാക്കിലാകുമേ, ട്രാക്ക് തെറ്റാതോടുവാൻ ശ്രദ്ധ വേണമേ. വഴിയോര കാഴ്ചകൾ നോക്കിയോടിയാൽ സ്വർഗീയ സമ്മാനം നഷ്ടമാകുമേ. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഈശോയെ ആകുന്ന ട്രാക്കിലൂടെ, ഈശോ നൽകിയ കൽപ്പനകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ ഇന്ന് ചിന്തിച്ച കാര്യങ്ങളിൽ നിങ്ങളുടെ പാഠപുസ്തകത്തിൻ്റെ പുറകിൽ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. ഒന്ന്, പഴയ ഉടമ്പടിയുടെ കാതൽ എന്തായിരുന്നു? പഴയ ഇസ്രായേൽ ജനവുമായി ബന്ധപ്പെട്ട് ദൈവം വെച്ച ഉടമ്പടിയുടെ കാതൽ. 2, ദൈവപ്രമാണങ്ങളുടെ സാരാംശം. ഇത് രണ്ടും നമുക്ക് ഉത്തരം കണ്ടെത്തി ബുക്കിൽ എഴുതാം. നമുക്ക് പ്രാർത്ഥിക്കാം. കൽപ്പനകളിലൂടെ നിത്യജീവൻ്റെ മാർഗം ഞങ്ങളെ പഠിപ്പിച്ച നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ പാലിച്ച് ജീവിച്ചുകൊണ്ട് നിത്യജീവൻ നേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.